ബോധി അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ സംസ്കൃത പാഠഭാഗവുമായിട്ടാണ്. നമുക്ക് നോക്കാം. പാഠഭാഗങ്ങളെ ഏകകങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിലെ പ്രഥമം ഏകകം ദേശ സ്നേഹ എന്ന് പറയുന്ന ഏകകത്തിലെ പ്രഥമ പാഠ മാമക ദേശ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. പ്രഥമ പാഠ, പേജ് നമ്പർ 7. പ്രഥമ പാഠ മാമക ദേശ. മാമക ദേശ, എൻ്റെ ദേശം. എൻ്റെ ദേശം എന്നാണ് പാഠത്തിന്റെ അർത്ഥം. ഭാരതദേശോ മാമകദേശ സുന്ദരദേശോയം പുണ്യപുരാതന സംസ്കൃതിധാര പ്രവഹത്യ അനവരതം. പ്രവഹത്യനവരതം. ഭാരതദേശോ മാമകദേശ സുന്ദരദേശോയം പുണ്യപുരാതന സംസ്കൃതിധാര പ്രവഹത്യനവരതാം. അതില് ഓരോ വാക്കിന്റെയും അർത്ഥങ്ങൾ നോക്കാം. ഭാരതദേശം എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മുടെ ഭാരതദേശം. മാമകദേശ എൻ്റെ ദേശം. സുന്ദരദേശോയം, സുന്ദരം, സുന്ദരമാണ് ഈ നാട്, സുന്ദരമാണ്. പുണ്യ പുരാതനം, പുണ്യമായിട്ടുള്ളതും പുരാതനമായിട്ടുള്ളതുമായ സംസ്കൃതിധാര, സംസ്കൃത ധാരയാൽ പ്രവഹത്യ, പ്രവഹത്യ അനവരതം. പ്രവഹതി അധികം അനവരതം, അവിടെ പദച്ഛേദമാണ്. അപ്പൊ അവിടെ പ്രവഹതി, പ്രവഹതി എന്ന് പറഞ്ഞാല് പ്രവഹിക്കുക എന്നർത്ഥം, ഒഴുകുന്നു എന്നൊക്കെയുള്ള അർത്ഥമാണ് അവിടെ പ്രവഹതി. അനവരതം, തുടർച്ചയായി. അപ്പൊ നമുക്ക് ആ 4 വരി പദ്യത്തിന്റെ അർത്ഥം നോക്കാം. ഭാരതദേശോ മാമകദേശ സുന്ദരദേശോയം പുണ്യപുരാതന സംസ്കൃതിധാര പ്രവഹത്യനവരതാം. ഭാരതദേശം മാമകദേശ, ഭാരതദേശം എൻ്റെ ദേശമാണ്. സുന്ദരദേശോയം, ഈ ദേശം, ഈ നാട് എന്താണ്? സുന്ദരദേശോയം, എത്ര സുന്ദരമാണ്. പുണ്യ പുരാതന സംസ്കൃതി ധാര, പുണ്യവും പുരാതനവുമായ സംസ്കൃതധാരയിൽ പ്രവഹത്യനവരതാം, തുടർച്ചയായി പ്രവഹിക്കുന്നു, തുടർച്ചയായി ഇത് പ്രവഹിക്കുന്നു എന്നാണ് ഈ 4 വരി പദ്യത്തിന്റെ അർത്ഥം. ഇനി അടുത്ത 4 വരി പദ്യം നോക്കാം. ടീച്ചർ ഇവിടെ ആദ്യത്തെ 4 വരി പദ്യത്തിന്റെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി എല്ലാവരും എഴുതിയെടുക്കുക, പഠിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത 4 വരി പദ്യം നോക്കാം. സ്നേഹ ത്യാഗ ശൗര്യം ധർമ്മോ ദാനം ഭൂതദയ ഭാരതദേശേ ജീവന വിജയേ ഏദേഹ്യാധാരഃ. സ്നേഹത്യാഗ ശൗര്യം ധർമ്മോ ദാനം ഭൂതദയ ഭാരതദേശേ ജീവന വിജയേ ഏദേഹ്യാധാര. സ്നേഹ ത്യാഗ, സ്നേഹം, ത്യാഗം, ശൗര്യം, ശൗര്യം, ധർമ്മോ, ധർമ്മം, ദാനം, ദാനം, ഭൂതദയ, ദയ മുതലായവ, അതായത് തുടങ്ങിയവ. ഭാരതദേശേ ജീവന വിജയേ, ഭാരതദേശത്തിന്റെ ജീവിത വിജയെ, ജീവന വിജയെ. ജീവന വിജയം എന്ന് പറഞ്ഞാല് ഭാരതദേശത്തിന്റെ ജീവന വിജയത്തിന് വേണ്ടിയിട്ട് ഏദേഹ്യ ആധാരഃ, ഈ ഗുണങ്ങൾ എന്താണ്? ആധാരങ്ങളാണ്. ഈ ഗുണങ്ങളെല്ലാം, ഏതു ഗുണങ്ങളെല്ലാം? സ്നേഹം, ത്യാഗം, ശൗര്യം, ധർമ്മം, ദാനം, ദയ. ഈ ഗുണങ്ങൾക്ക്, ഭാരതദേശത്തിന്റെ ജീവന വിജയത്തിന് വേണ്ടി ഈ ഗുണങ്ങൾ വളരെ ആധാരങ്ങളാണ് എന്നാണ് ഇവിടെ അടുത്ത 4 വരി പദ്യത്തിൽ പറയുന്നത്. അപ്പോൾ സ്നേഹവും ത്യാഗവും ശൗര്യവും ധർമ്മവും ദാനവും ദയയും ഭാരതദേശത്തിന്റെ ജീവിത വിജയത്തിന് വേണ്ടി വളരെ പ്രധാനമുള്ള കാര്യങ്ങളാണ്, ഗുണങ്ങളാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത 4 വരി പദ്യത്തിന്റെ അർത്ഥം നോക്കാം. ഈ 4 വരി പദ്യത്തിലെ അർത്ഥങ്ങൾ ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കാം. ഭിന്നവേഷോ ഭിന്ന ഭാഷ ഭിന്നം രൂപമവി തഥാപി
സർവോ ഭാരതദേശേ നിവസത്യേക മനഃ ഭിന്ന വേഷോ ഭിന്ന ഭാഷ ഭിന്നവേഷോ ഭിന്ന ഭാഷ ഭിന്നം രൂപമപി തഥാപി സർവോ ഭാരതദേശേ നിവസത്യേക മന. ഭിന്നവേഷോ, ഭിന്ന എന്ന് പറഞ്ഞാല് വ്യത്യസ്തമായ വേഷങ്ങളും, ഭിന്ന ഭാഷ വ്യത്യസ്തമായ ഭാഷകളും, ഭിന്നം രൂപമപി വ്യത്യസ്തമായ രൂപങ്ങളും, തഥാപി സർവേ ഭാരതദേശേ അപ്രകാരം തന്നെ എല്ലാവരും ഭാരതത്തിൽ എങ്ങനെയൊക്കെയാണ്? വ്യത്യസ്തമായ വേഷമാണ്, വ്യത്യസ്തമായ ഭാഷയാണ്, വ്യത്യസ്തമായ രൂപമാണ്. നമ്മള് ഭാരതത്തിലുള്ളവർക്ക് എല്ലാവർക്കും അല്ലെ, അതൊക്കെ അറിയാം. ഒരു സ്ഥലത്തുള്ളവര് ധരിക്കുന്ന വേഷമായിരിക്കില്ല വേറൊരു സ്ഥലത്ത് ധരിക്കുന്നവര്, അതുപോലെ മറ്റൊരു ഉപയോഗിക്കുന്ന ഭാഷയായിരിക്കില്ല വേറൊരു സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഭാഷ, അതുപോലെ തന്നെ രൂപം, പലരുടെയും രൂപം വ്യത്യസ്തങ്ങളാണ്, നമുക്കറിയാം. അപ്പോ ഇതെല്ലാം ഉണ്ടെങ്കിലും തഥാപി സർവോ ഭാരതദേശേ, ഈ അപ്രകാരം തന്നെ എല്ലാവരും ഭാരതത്തിൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഭിന്ന വേഷവും ഭിന്ന ഭാഷയും ഭിന്ന രൂപവും ഒക്കെ ആണെങ്കിലും ഒരു കാര്യത്തില് എല്ലാവരും ഭാരതദേശത്തിൽ ഒന്നാണ്. എങ്ങനെ? നിവസത്യേക മനഃ, ഒരേ മനസ്സോടെയാണ് അവിടെ എല്ലാവരും ജീവിക്കുന്നത്. എല്ലാവരും ഭാരതീയരാണ് എന്നുള്ള മനസ്സോടുകൂടിയാണ് ഇവിടെ എല്ലാ ഭാരതീയരും ജീവിക്കുന്നത് എന്നാണ് അവസാനത്തെ 4 വരി പദ്യത്തിലെ അർത്ഥം. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം. ഭിന്ന വേഷോ ഭിന്ന ഭാഷ ഭിന്നം രൂപമപി, വ്യത്യസ്തങ്ങളായ ഭാഷകളും വ്യത്യസ്തങ്ങളായ വേഷങ്ങളും വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ ഉണ്ടായിരുന്നാലും, തഥാപി സർവോ ഭാരതദേശേ, എന്നാലും ഭാരതദേശത്തില് നമ്മളെല്ലാം നിവസത്യേക മനഃ, നിവസതി എന്ന് പറഞ്ഞാൽ താമസിക്കുന്നു, ജീവിക്കുന്നു എന്നർത്ഥം. നിവസത്യ ഏക മനഃ, എല്ലാവരും ഭാരതീയരാണ്, ഭാരതദേശത്തിലുള്ള എല്ലാവരും ഭാരതീയരാണ് എന്ന് ഉള്ള ഒറ്റ മനസ്സോടുകൂടി എല്ലാവരും ജീവിക്കുന്നു എന്നാണ് അവസാനത്തെ 4 വരി പദ്യത്തിന്റെ അർത്ഥം. അപ്പോ മാമകദേശ എന്ന പദ്യത്തിന്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം. നമുക്ക് അടുത്ത പേജില് പദച്ഛേദ എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. പദച്ഛേദ ടീച്ചർ വായിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. സുന്ദര ദേശോയം സുന്ദര ദേശാഹ അധികം അയം പ്രവഹത്യനവരതാം പ്രവഹതി അധികം അനവരതാം സ്നേഹത്യാഗഃ സ്നേഹഃ അധികം ത്യാഗഃ ധർമ്മോദാനം ധർമ്മഃ അധികം ദാനം ഹ്യാധാര ഹി അധികം ആധാരഃ ഭിന്ന വേഷോ ഭിന്നഃ അധികം വേഷഃ തദാപി തദാ അധികം അഭി നിവസത്യേക മനഃ നിവസതി അധികം ഏകമനഃ. അപ്പോ ഈ പദച്ഛേദങ്ങൾ നിങ്ങൾ ഭംഗിയായിട്ട് പഠിക്കണം. പദച്ഛേദങ്ങൾക്ക് നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ എക്സാമ്പിൾ തരും, അതനുസരിച്ചിട്ടാണ് പദച്ഛേദങ്ങൾ തരിക. അപ്പൊ എല്ലാത്തിൻ്റെയും പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എന്തായാലും എക്സാമ്പിൾ തരും, അതനുസരിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് അടുത്ത പഠന പ്രവർത്തനം നോക്കാം. പഠന പ്രവർത്തനാനിയില് വരുന്നത് അവിടെ രണ്ടാമത്തേതാണ് നോക്കേണ്ടത്. 8ാമത്തെ പേജിൽ 2ാമത്തെ പഠന പ്രവർത്തനമാണ്. ഭാരതദേശോ മാമകദേശ സുന്ദരദേശോയം പുണ്യപുരാതന സംസ്കൃതിധാര പ്രവഹത്യനവരതാം. അവിടെ പറഞ്ഞിരിക്കുന്നത് സമാനാശയ യുക്ത പദാനി ഉപയുജ്യ കവിതാം പരിവർത്തം ലിഖതു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്ക് ഭാരതദേശം, അവിടെ ഭാരതത്തിന്റെ അടിയിൽ വരച്ചിട്ടുണ്ട്. മാമകദേശ, മാമക എന്നുള്ളതിന്റെ അടിയിൽ വരച്ചിട്ടുണ്ട്. സുന്ദരദേശോയം പുണ്യപുരാതന സംസ്കൃതിധാര പ്രവഹത്യനവരതാം. പുണ്യപുരാതന സംസ്കൃതിധാര പ്രവഹത്യനവരതാം. അതില് സംസ്കൃതി എന്ന വാക്കിന്റെ അടിയിലും വരച്ചിട്ടുണ്ട്.
അപ്പൊ അതിന് ആശയം, തുല്യ ആശയം വരുന്ന, അതിന്റെ വാക്കിന്റെ അർത്ഥം മാറിപ്പോവാനും പാടില്ല, എന്നാൽ ആശയം കൃത്യമായിട്ട് ഉണ്ടായിരിക്കും വേണം. അപ്പൊ ആ അടിവരയിട്ട വാക്കുകൾക്ക് പകരം നമ്മൾ വേറെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് അത് നമ്മൾ പൂരിപ്പിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ടീച്ചർ പറയണത് ശ്രദ്ധിച്ചു കേൾക്കുക. ഭാരതദേശോ, ഭാരതദേശോ എന്നാണ് അവിടെ. അപ്പൊ നമ്മളവിടെ ഭാരത എന്നുള്ളത് മാറ്റിയിട്ട് കേരള ദേശോ എന്നാക്കുന്നു. അപ്പൊ കേരള ദേശോ ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എഴുതി, അത് നോക്കി എഴുതിയെടുക്കാം കേട്ടോ. അപ്പൊ കേരള ദേശോ മാമക ദേശ, മദീയ ദേശ, എന്റെ ദേശമാണ്. അപ്പൊ മാമകയ്ക്ക് പകരം അവിടെ മദീയ ദേശ. സുന്ദരദേശോയം പുണ്യ പുരാതന സംസ്കൃതിധാര, സംസ്കൃതി, സംസ്കൃതിക്ക് പകരം നമ്മൾ അവിടെ സംസ്കാരധാര എന്നാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ പുണ്യപുരാതന സംസ്കാരധാര പ്രവഹത്യനവരത എന്നാണ് അവിടെ ഉത്തരം. അപ്പൊ അവിടെ ഭാരതത്തിന് പകരം കേരളമെന്നും, മാമകത്തിന് പകരം മധീയമെന്നും, സംസ്കൃതിക്ക് പകരം സംസ്കാരമെന്നും ചേർത്ത് എഴുതണം. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പേജില് 9ാമത്തെ പേജിലെ പഠന പ്രവർത്തനം. അടുത്ത പേജില് പേജ് നമ്പർ 9 നോക്കാം. അതോ ദത്തം ആശയം പഠിത്വ സമാന ആശയ പങ്ക്തി ചിനോതു. താഴെ തന്നിരിക്കുന്ന ആശയങ്ങൾ വായിച്ചിട്ട് അതിന് സമാന ആശയം വരുന്ന വരികള് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. പദ്യഭാഗത്തുനിന്ന് അതിന്റെ സമാന അർത്ഥം വരുന്ന വരികള് തിരഞ്ഞെടുക്കാനാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ നമുക്ക് നോക്കാം. അവിടെ കൊടുത്തിട്ടുണ്ട്, സംസ്കൃത ഭാഷ പുരാതന ഭാഷ ഭവതി. സംസ്കൃത ഭാഷ പുരാതന ഭാഷ ഭവതി. അത് ഏത് ആശയം വരുന്ന വരികളാണ് എന്നാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. അതിൽ വരുന്നത് ഏതാണ്? പുണ്യ പുരാതന സംസ്കൃതിധാര പ്രവഹത്യനവരതാം. നമ്മൾ പഠിച്ചു അല്ലെ, കഴിഞ്ഞ പദ്യഭാഗത്ത് പഠിച്ച ആ വരികളാണ് അവിടെ നമ്മള് അതിന് ആശയം വരുന്ന തുല്യ ആശയം വരുന്ന വരികൾ. അപ്പൊ പുണ്യ പുരാതന സംസ്കൃതിധാര പ്രവഹത്യ അനവരതം. ഇനി രണ്ടാമത്തെ നോക്കുക. സ്നേഹ ത്യാഗ ശൗര്യം ഇത്യാദയ ആധാരഃ ഭവന്തി. സ്നേഹ ത്യാഗ ശൗര്യം ഇത്യാദയ ആധാരഃ ഭവന്തി. സ്നേഹവും ത്യാഗവും ശൗര്യവും മുതലായവ ആധാരങ്ങളാകുന്നു. നമുക്ക് മനസ്സിലായി അല്ലെ? കഴിഞ്ഞ നമ്മള് പദ്യം എടുത്തപ്പോ പഠിച്ച വരികളാണത്. അപ്പൊ ഏതായിരിക്കും വരി? ഏതാ? നോക്കാം. സ്നേഹ ത്യാഗ ശൗര്യം ധർമ്മ ദാനം ഭൂതാദയ ഭാരതദേശേ ജീവന വിജയെ ഏതേ ഹ്യാധാരഃ എന്നുള്ള ആ വരികളാണ് നമ്മൾ അതിന് ആശയം വരുന്ന, സമാന ആശയം വരുന്ന വരികളായിട്ട് നമ്മൾ എടുത്തെഴുതേണ്ടത്. അപ്പോ സ്നേഹത്യാഗ ശൗര്യ ധർമ്മോ ദാനം ഭൂതാദയ ഭാരതദേശേ ജീവന വിജയെ ഏതേ ഹ്യാധാരഃ എന്നുള്ളതാണ്. അടുത്തത് മൂന്നാമത്തത് നോക്കാം. അസ്മാകം ദേശേ ഭാഷണം വേഷാണാം ച വൈവിധ്യം അസ്തി. നമ്മുടെ ദേശത്ത് ഭാഷകൾക്കും വേഷങ്ങൾക്കും വൈവിധ്യമുണ്ട് അല്ലെ. അതിൽ വരുന്ന സമാനാശയമുള്ള വരികൾ ഏതാണെന്ന് നോക്കാം. ഭിന്നോ വേഷോ ഭിന്നാ ഭാഷ ഭിന്നം രൂപമഭി തഥാപി സർവോ ഭാരതദേശേ നിവസത്യേക മനഃ. ഭിന്നവേഷോ ഭിന്ന ഭാഷ ഭിന്നം രൂപമഭി തഥാപി സർവോ ഭാരതദേശേ നിവസത്യേക മനഃ എന്നുള്ള ആ വരികളാണ് അതിന് സമാന ആശയമായിട്ട് വരുന്ന വരികൾ. അപ്പൊ ടീച്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട്, അത് കൃത്യമായിട്ട് നോക്കി എഴുതിയെടുക്കാം. ഇനി നമുക്ക് അവിടെ അതിന്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്, കവിതായാഹ ആശയം പഞ്ചഭിർ വാക്യൈഹി ലിഖന്തു. അവിടെ കവിതയുടെ ആശയം 5 വാക്യത്തില് എഴുതാനാണ് നമ്മളോട് പറയുന്നത്. കവിതയുടെ ആശയം 5 വാക്യത്തിൽ 5 സെന്റൻസ് ആക്കിയിട്ട് എഴുതാനാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് അവിടെ ഒരു സൂചന മാത്രമേ അവിടെ തന്നിട്ടുള്ളൂ. എങ്ങനെയാണ് തന്നിരിക്കുന്നത്? ഭാരതദേശ, പിന്നെ പുണ്യപുരാതനം, സ്നേഹ ത്യാഗ ജീവന വിജയ ഭിന്ന ഭാഷ
അതുപോലെ നിവസന്തി, അങ്ങനെയുള്ള വാക്കുകളാണ് അവിടെ തന്നിട്ടുള്ളത്. അത് ശരിക്കും ഒരു സൂചന മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്, അവിടെ സൂചനകൾ മാത്രമാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കവിതയുടെ ആശയം പഞ്ചബിർ വാക്യേഹി ലിഖിതു എന്നാ പറഞ്ഞിരിക്കുന്നത്. 5 വാക്യത്തില് അതിന്റെ ആശയം എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം, എന്നാലും ടീച്ചർ അത് വായിക്കാം, അതിന്റെ അർത്ഥം പറഞ്ഞുതരാം. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കാം. മദീയം ദേശഃ ഭാരതദേശഃ ഭവതി. എന്റെ ദേശം ഭാരതദേശമാണ്. അസ്മാകം ദേശഃ പുണ്യപുരാതന സംസ്കൃത ഭാഷായാഹ പാവനത്വേന അനവരതം പ്രവഹതി. നമ്മുടെ ദേശം എങ്ങനെയുള്ളതാണ്? പുണ്യവും പുരാതനവുമായ സംസ്കൃത ഭാഷയുടെ പാവനവും കൊണ്ട് അനവരതം പ്രവഹതി, തുടർച്ചയായി പ്രവഹിക്കുന്നതാണ്. സ്നേഹഃ ത്യാഗഃ ധർമ്മഃ ദയ ഇത്യാദീന ഗുണേന ജീവന വിജയം പ്രാപ്നോതി. സ്നേഹവും ത്യാഗവും ധർമ്മവും ദയയും മുതലായ ഗുണങ്ങള് ജീവന വിജയത്തിന് പ്രാപ്തമാക്കുന്നു. അസ്മിൻ ദേശേ ഭിന്നവേഷം ഭാഷാച്ച ഭവന്തി. നമ്മുടെ ദേശത്ത് ഭിന്നവേഷം, വ്യത്യസ്തമായ വേഷങ്ങളും ഭാഷകളും ഉണ്ട്. തഥാപി സർവേ ജനാക ഏകമനസ ഭാരതദേശോ നിവസന്തി. എന്നിരുന്നാലും സർവേ ജനാഹ എല്ലാ ജനങ്ങളും ഏകമനസ ഭാരതദേശേ നിവസന്തി, എല്ലാ ജനങ്ങളും ഭാരതദേശത്ത് ജീവിക്കുന്നു, ഭാരതീയരാണ് എന്നുള്ള ഏക മനസ്സോടുകൂടി ഇവിടെ വസിക്കുന്നു. നിവസന്തി വസിക്കുന്നു എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ 5 സെന്റൻസ് ആണ്, 5 സെന്റൻസിലാണ് ആ കവിതയുടെ ആശയം അവിടെ എഴുതേണ്ടത്. മനസ്സിലായ? അപ്പൊ ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടീച്ചറോട് കൊടുത്തിട്ടുണ്ട്, അത് ഭംഗിയായിട്ട് എഴുതിയെടുത്തിട്ട് അത് നന്നായിട്ട് പഠിക്കണം. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ പ്രഥമ പാഠത്തില് മാമകദേശത്തിൽ പറഞ്ഞിരിക്കുന്ന പഠന പ്രവർത്തനങ്ങൾ എല്ലാം. അപ്പൊ അത് നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. രണ്ടാമത്തെ പാഠഭാഗവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവാൻ ഷെയർ ചെയ്യുകയും ചെയ്യാം. ബൈ.